ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് 2 കൂണ് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്കിത് വറുത്തരച്ചൊന്ന് കറി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിഷാംശമൊക്കെ പോകാനായിട്ടാണ്. അതിനുശേഷം തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ മൂത്ത് വരുമ്പോൾ കുറച്ച് വീട്ട് മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് കൂണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കൂണൊക്കെ കഴുകി വാരി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ സവോളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചട്ടിക്കകത്ത് തന്നെയാണ് ഇത് വേവിക്കാനും വെക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്ത ഒരു ചട്ടിക്കകത്ത് തന്നെയാണ് കൂൺ വേവിക്കാനും വെച്ചത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരപ്പും ചേർത്ത് നമ്മുടെ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂണുകറി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ഇറച്ചിക്കറി പോലെ ഇരിക്കും. അപ്പോൾ കൂണെന്ന് പറയുന്നത് ശരിക്കും ഒരു ഇറച്ചി വിഭാഗത്തിൽപ്പെട്ട ഒരു വസ്തുവാണല്ലോ. അതുകൊണ്ട് നല്ല ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കൂണുകറി വെച്ചിട്ടില്ലാത്തവരൊക്കെ കൂണ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കറി വെച്ച് നോക്കുക കേട്ടോ. ഇത് മാത്രം മതി ചോറിനാൻ, അത്രയും ടേസ്റ്റാണ്.